ദൈവത്തിൻ്റെ സമാധാനവും കാരുണ്യവും എല്ലാവരിലും വർഷിക്കുമാറാകട്ടെ. ഒരു ഫാൻ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ആരും അതിലേക്ക് നോക്കാറില്ല. അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും, നമുക്ക് കാറ്റ് തന്നുകൊണ്ടിരിക്കും. പക്ഷേ പെട്ടെന്ന് അത് ഓഫാകുമ്പോഴാണ് എല്ലാവരും അതിലേക്ക് നോക്കുക. എന്ത് പറ്റി, ഫാൻ ഓഫായി പോയല്ലോ എന്ന മട്ടിൽ. അതേപോലെയാണ് നമ്മുടെ ലൈഫിൽ കൺസിസ്റ്റൻ്റായി മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കുറച്ച് ആളുകളുണ്ട്. അവർ ഒരു പരിഭവവും പരാതിയും ഇല്ലാതെ, ഒരു ഡിമാൻഡും വെക്കാണ്ട്, കുടുംബത്തിലുള്ള ആളുകൾക്ക് വേണ്ടി മാത്രമല്ല, തങ്ങളുടെ സഹപ്രവർത്തകർക്കും സുഹൃത്തുക്കൾക്കും എല്ലാം വേണ്ടി അവരിങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും. ആരോടും നോ പറയാതെ. അവരുടെ ഒരുപക്ഷെ അവർ വളരെയധികം ബുദ്ധിമുട്ടുന്നുണ്ടാവും. അവരുടെ കുറേ സമയം അതിനു വേണ്ടി മെനക്കെടുത്തുന്നുണ്ടാവും, അതിനുവേണ്ടി കുറേ ടെൻഷൻ അടിക്കുന്നുണ്ടാവും. എന്നാലും ഒരു പരിഭവവും പറയാണ്ട് ഇങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും. പെട്ടെന്ന് ഏതെങ്കിലും ഒരു ദിവസം അവർ നോ പറയുമ്പോൾ, പറ്റില്ല എന്ന് പറയുമ്പോഴാണ് മറ്റുള്ളവർ പറയാ, നീ ആകെ മാറിപ്പോയല്ലോ, നീ അങ്ങനെ ആയിരുന്നില്ലല്ലോ മുമ്പൊന്നും, ഇനിയിപ്പം നമ്മൾ പറഞ്ഞ പോലെ ഒന്നല്ല, നമ്മളോടൊന്നും ഇപ്പം സ്നേഹമില്ലാണ്ടായി എന്ന രീതിയിൽ അവരെ കുറിച്ച് പറയുക. സത്യത്തിൽ അവർ മാറിയതല്ല, അവരെക്കുറിച്ച് മനസ്സിലാക്കിയത് അപ്പോഴായിരിക്കണം. ഒരു പക്ഷേ തൻ്റെ മൂല്യം അവരപ്പോഴായിരിക്കും മനസ്സിലാക്കിയിട്ടുണ്ടാകുക. അപ്പം മറ്റുള്ളവരുടെ സൗഹാർദ്ദവും സന്തോഷവും എല്ലാറ്റിനും വേണ്ടി ലഭിക്കാൻ വേണ്ടി നമ്മൾ നമ്മുടെ സന്തോഷവും സമാധാനവും നഷ്ടപ്പെടുത്തി വർക്ക് ചെയ്തിട്ട് കാര്യമില്ല. ആരും നമുക്ക് വേണ്ടി ഉണ്ടാവുമെന്ന് വിചാരിക്കരുത്. നമുക്ക് നാമേ ഉണ്ടാവുള്ളൂ. ഈ ചുറ്റുമുള്ളവരൊക്കെ നമ്മുടെ ഉപയോഗം കഴിഞ്ഞാൽ ഒരു പക്ഷേ നമ്മളെ ഉപേക്ഷിച്ച് അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് മാറി നിൽക്കുന്നതായിരിക്കും. അതുകൊണ്ട് ഓരോരുത്തരും നമ്മുടെ വാല്യൂ മനസ്സിലാക്കിയിട്ട് അവനവനെ സ്നേഹിച്ച്, അവനവനെ പരിഗണിച്ച്, അവനവൻ തന്നെ അഭിനന്ദിച്ച് മുന്നോട്ട് പോകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. നന്ദി, നമസ്കാരം.